പിന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം ആയിട്ട് തോന്നുന്നുണ്ടോ ഗൈസ്? ഓഫ് കോഴ്സ്, ചിലവരുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് തറച്ചു കയറുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താനും തിരുത്തി മുന്നോട്ട് പോകാനും തയ്യാറായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തറച്ചു കയറുന്ന വാചകങ്ങൾ പറഞ്ഞ് അത്രയും വിഷമിച്ച ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി. ബട്ട് ഒരു റിവഞ്ചായിട്ട് ഞാനത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ എവിടെയാണോ സ്റ്റക്കായത് അവിടെ നിന്ന് ഞാൻ ഉയർന്ന് എന്നെ പറഞ്ഞവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കും. തോൽക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു അതിലെല്ലാം വിജയങ്ങൾ ഞാൻ കൊണ്ടുവന്നു. എനിക്കൊരു വാശി കയറിക്കഴിഞ്ഞാൽ അതിൽ എന്നെ പിറകോട്ട് വലിക്കാൻ ആർക്കും പറ്റില്ല. അവിടെ ജയം കണ്ടിട്ടേ ഞാനിരിക്കും. അങ്ങനൊരു രീതിയാണ് എൻ്റെ. ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ ഞാൻ. ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ ഒരുപാട് അച്ചീവ്മെൻറ്റ് ചെയ്തിരുന്നു. എൻ്റെ ഒരുപാട് ഫാമിലി ഇഷ്യൂസ് കാരണം മാത്രമാണ് ഞാൻ ഡൗൺ ആയത്. അത് എന്നെ അറിയാവുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ അറിയാം എൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. എൻ്റെ ചെറുപ്രായത്തിൽ ഒരു പെണ്ണിനെ കൊണ്ട് ചെയ്യാവുന്നതിൽ മാക്സിമം അങ്ങേയപ്പുറം എയിം ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പിന്നീട് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളുമാണ് ഞാൻ ഒരുപാട് ഡീപ്ലി ഞാൻ ലൈഫിൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ സാധിക്കുമോ എന്ന് പല ആളുകൾ എന്നെ കണ്ട് ചോദിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ വളരെയധികം ഡൗണായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാനത് റിവഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കും. എന്നെ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ നെഞ്ചിൻ്റെ അകത്താണ് തളച്ചിരിക്കുന്നത്. അതിനി എടുത്ത് കളയാൻ ആർക്കും സാധിക്കത്തില്ല. ഞാൻ എന്നെ പറഞ്ഞവരുടെ മേലിൽ കയറാനാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ലൈഫിൽ ഇതെന്നും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ കുറച്ച് ദിവസം വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഒരു സൺഡേ